ടി.പി. രാമകൃഷ്ണൻ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി പോര് തീരുന്നില്ല. സ്ഥാനം കിട്ടുമെന്നാണ് ഇപ്പോഴും CPI വിശ്വസിക്കുന്നതെന്ന് ബിനോയ് വിശ്വം. അടഞ്ഞ അധ്യായമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. ഒരധ്യായം അടഞ്ഞതല്ല, ഒരധ്യായം അടഞ്ഞ അധ്യായങ്ങളല്ല. വേറെ ഏതെങ്കിലും പദവിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? എല്ലാ പദവികളും മാറ്റിവെക്കുക, എന്നിട്ട് CPIക്കും CPM നല്ല ബന്ധമുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, ഒരു അധ്യായവും അടഞ്ഞതല്ല എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് പതിവുള്ള രീതിയല്ല, തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൺവീനർ ഇടപെട്ടിട്ടും നേരിൽ കണ്ടിട്ട് പോലും ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇതിലിപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടല്ലോ. തിരുത്തലുകളൊക്കെ ഇരു പാർട്ടികളും നടത്തി മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നോട്ട് പോകാതെ അല്ലെങ്കിൽ അയയാതെ അവരുടെ നിലപാടിൽ മാറ്റം വരുത്താതെ ഈ പ്രശ്നം അവസാനിക്കുമെന്ന് ഇപ്പോഴും കരുതാനാകില്ല. കാരണം വലിയ പ്രതിസന്ധിയിലാണ് രണ്ട് പാർട്ടി സെക്രട്ടറിമാരും എത്തി നിൽക്കുന്നത്. ആദ്യമായി ഈ വിഷയം ഉന്നയിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വമാണ്. അതൊരു പരസ്യ പ്രതികരണമാണ്. അത് CPMനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ പരസ്യമായി പ്രതിപക്ഷ ഉപനേതാവ് പദവി ചോദിച്ചത്. അതിന് പിന്നാലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അത് വന്ന് തള്ളുന്ന നിലയുണ്ടായി. പ്രതിപക്ഷ നേതാവ് അത് ഒന്നുകൂടി കടത്തി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് രണ്ടും വ്യത്യസ്തമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ നിലപാടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങൾ ഈ നേതാക്കളെല്ലാം തന്നെ കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ സംസ്ഥാന കമ്മിറ്റി വരാനിരിക്കുന്നു. CPIയിലും അത്തരത്തിലുള്ള നേതൃയോഗങ്ങളെല്ലാം വരാനിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം ഇപ്പോഴും അവസാനിക്കുകയാണ്, നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഇനി കൂടിയാലോചനകൾ, ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നപരിഹാരം മാത്രമേ ഏക വഴിയുള്ളൂ. അത് ടി.പി. രാമകൃഷ്ണൻ കണ്ടുവെങ്കിൽ പോലും നേരത്തെ പാർട്ടി സെക്രട്ടറിമാർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തി, എന്നിട്ടും ഇതിന് പരിഹാരമാകുന്നില്ല. ഇനി ഏതായാലും ഒരു സമവായം മാത്രമേ ഇനി ഈ രണ്ട് പാർട്ടികൾക്ക് മുന്നിലുള്ളൂ.